അസ്സലാമലൈക്കും. ഈ നല്ല റമദാൻ മാസമായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു എന്ത് സഹായമാണോ ആർക്കും ചെയ്താലും 70,000 കൂലിയുള്ള മാസമാണ്. അള്ളാഹു കൈക്കൊള്ളുമാറാകട്ടെ, ആമീൻ. കാക്കനാട് ചിറ്റേത്തുകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 2.5 കോടിയുടെ ഒരു ഫ്ലാറ്റ് ജപ്തി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു പേര് അവർക്ക് താമസിക്കുന്നുണ്ട് അതിനകത്ത്, ഒറ്റയ്ക്ക് കൊടുത്ത പൈസയും കൊണ്ട്. അപ്പോൾ അതും അവർക്കതിൽ നിന്ന് ആ പാവങ്ങളുടെ പൈസയും തിരിച്ച് കൊടുക്കണം. അപ്പോൾ അയക്കാടെ ഇത്താടെയും ഒരു വീഡിയോ പലരും ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോഗർമാർക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അവരെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് ഇന്നലെ അവർക്കൊരു ജപ്തി വന്നു. 24-ാം തീയതി അവരെ ഇക്കായും അഹിത്തയും ആ ബാങ്കിൻ്റെ മുമ്പിൽ നിന്ന് അലറി വിളിച്ച് കരഞ്ഞ് അഹിത്തനോട് വിളിച്ചത് കണ്ടിട്ട് 24-ാം തീയതിയിലേക്ക് അവരുടെ ജപ്തി മാറ്റി വെച്ചിട്ടുണ്ട്. അന്ന് അവർക്ക് 10 ലക്ഷം രൂപ അവിടെ അടയ്ക്കണം. അപ്പോൾ അവരൊരു ടാസ്ക് വേണ്ടിയിട്ടൊരു 1500 രൂപയുടെ ഒരു കൂപ്പൺ എടുത്താൽ ഒരു കൂപ്പൺ ഫ്രീ. അപ്പോൾ നല്ല 2000 രൂപയുടെ ബെഡ്ഷീറ്റാണത്. അത് നല്ല ക്വാളിറ്റിയുള്ള കമ്പനി ബെഡ്ഷീറ്റാണ്. അത് എടുക്കുന്നവർക്ക് ഒരു കൂപ്പൺ ഫ്രീ ഉണ്ട്. ഏപ്രിൽ 17-ാം തീയതിയാണ് അതിൻ്റെ നറുക്കെടുപ്പ്. അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ആ വീട് കൊടുക്കും. സെക്കൻഡ് പ്രൈസ് ഉണ്ട്, ബുള്ളറ്റാണ്. പ്രോത്സാഹന സമ്മാനമായിട്ട് 2-3 ഐഫോൺ ഉണ്ട്. പിന്നെ വേറെ എന്തോ ഒരു ഇതോടെ ഉണ്ട്. അവർക്ക് ആ 2 ആമക്കളാണ്. അവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് ആ കടം ഒന്ന് വീട്ടിൽ കഴിഞ്ഞാൽ ആ മക്കൾ എന്ത് പണിയെടുത്തും ആ വാപ്പാനെ രക്ഷിക്കാൻ തയ്യാറാണ്, ഉമ്മാനെ നോക്കാൻ തയ്യാറാണ്. അൽഹംദുലില്ലാ. കാരണം കോവിഡിൻ്റെ സമയത്താണ് അവർക്ക് ആ കടം വന്നത്. അവർ നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. 10 പ്ലേ സ്കൂൾ തന്നെ ഉണ്ടായിരുന്നു അവർക്ക്. അതേപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അയക്കാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അയക്കാടെ അവരുടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. നേരിട്ട് വിളിക്കാം, വീട് കാണാമെങ്കിൽ അങ്ങനെ പോയി കാണാം. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ലൈവായിട്ട് കാണാം. അല്ലാത്ത രൂപത്തിലും 17-ാം തീയതിയാണ്, ഏപ്രിൽ 17-ാം തീയതിയാണ് നറുക്കെടുപ്പ്. പക്ഷെ അതുവരെ അവർക്ക് സമയമില്ല. ഈ 24-ാം തീയതി അവർക്ക് 10 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ അവരുടെ വീട് ജപ്തിയായി പോകും. പിന്നെ നമ്മൾ ചെയ്ത ഈ ടാസ്കിന് ഒരു വിലയുണ്ടാവില്ല. അവർക്ക് മരണം മാത്രമാണ് അവരുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് ഓരോ വീഡിയോസ് കാണുന്ന ഓരോരുത്തരും ഓരോ ബെഡ്ഷീറ്റ് എടുത്ത് അവരെ ഒന്ന് സഹായിക്കണം. നമുക്ക് വേറെ ഒന്നും അവർക്ക് കൊടുത്ത് സഹായിക്കണം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ ബെഡ്ഷീറ്റ് എടുത്ത് അവരെ ഒന്ന് സഹായിക്കണം. ആ കുടുംബത്തിന് നമ്മുടെ കുടുംബമായിട്ട് ചേർത്ത് നിർത്തണം. അത്രയും സാമ്പത്തിക ശേഷിയുള്ളൊരു മനുഷ്യനെ ഏറ്റവും അടിയിലേക്ക് പോയി അയാൾക്ക് പ്രഷർ എല്ലാം കൂടി ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് താഴ്ന്നു പോയി കൊണ്ടിരിക്കുകയാണ്. ആ മക്കൾ, മൂത്ത മോൻ 23 വയസ്സും ഇളയ മോന് 18 വയസ്സുമാണ് ഉള്ളത്. ആ മക്കളാണിപ്പോൾ ആ വീടിൻ്റെ ഇതായിട്ടെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. മക്കൾക്ക് പഠിക്കാൻ പോലും സാധിച്ചില്ല. +2 കഴിഞ്ഞിട്ട് വാപ്പയുടെ പ്രശ്നങ്ങൾ കാരണം കോവിഡിൻ്റെ സമയത്തായിരുന്നു അവരുടെ തകർച്ച. ആ തകർച്ചയിൽ നിന്ന് അവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയില്ല. കടങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ ഫ്ലാറ്റ് റെൻറ്റിനൊക്കെ കൊടുത്ത് അവരുടെ ഓരോ കച്ചവടങ്ങളും ചെയ്ത് വിജയിച്ചില്ല. അപ്പോൾ ആ പാവപ്പെട്ടവരുടെ പൈസയും തിരിച്ചു കൊടുക്കണം. ഇവർക്കുള്ള വീട് അവർക്ക് വേണ്ട. അവർക്ക് വീട് അവർ പോയാലും അവർക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവരുടെ കടം, അതാണ് അവർക്കുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ കടം വീട്ടിയാൽ ആ മക്കൾ ഏത് പണിയെടുത്തും ഞാൻ എൻ്റെ വാപ്പച്ചിനും ഉമ്മച്ചിനും നോക്കിക്കോളാം എന്നായി ആ കൊച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കേട്ടിട്ട് നമുക്ക് ചങ്ക് തകർന്നു പോവുകയാണ്. കാരണം നമ്മളെ കയ്യിലൊന്നുമില്ല കൊടുക്കാൻ. ഒരേ ബെഡ്ഷീറ്റ് എടുത്ത് സഹായിച്ചാൽ 24-ാം തീയതിക്കുള്ളിൽ ഒരു 15,000 ബെഡ്ഷീറ്റെങ്കിലും വിറ്റ് തീർന്നാൽ അവർക്ക്
അന്നത്തെ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ അവർക്ക് 2 മാസം ബാങ്ക് അവധി കൊടുത്തിട്ടുണ്ട്. അവരുടെ മുന്നിൽ മരണമല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് റംലാൻ മാസത്തിലായി തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നമ്മളെ കൊണ്ട് പറ്റുന്നത് എല്ലാവരും വീഡിയോ കാണുന്നവർ അവരെ ഒന്ന് സഹായിക്കണം. ഓരോ ബെഡ്ഷീറ്റ് എടുത്ത് അവരുടെ എല്ലാ നമ്പറും അവരുടെ എല്ലാ അക്കൗണ്ടും അവരുടെ വീട് ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ട് അവരെ നേരിട്ട് വിളിച്ചതിന് ശേഷം ചെയ്താൽ മതി. സമയമില്ല, നമുക്ക് ദിവസങ്ങളില്ല. ഇന്ന് 17-ാം തീയതിയായി. അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഓരോരുത്തരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. കാണുന്നവർ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കണം. റമളാൻ മാസമായിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് എല്ലാവർക്കും കൂലി കിട്ടാൻ പാകത്തിന് ഒരു കുടുംബം ആത്മഹത്യയുടെ വക്കിലാണ്. അവരെ രക്ഷിക്കണം. അസ്സലാമു അലൈക്കും. കാണുന്ന ഓരോരുത്തരും ഇത് 1 2 ഞങ്ങൾക്ക് കഴിയാവുന്നത് എടുത്തിട്ട് ഞങ്ങളുടെ റിക്കവർ ആക്കാൻ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഒന്ന് ദയവ് ചെയ്ത് കാണണം. ഞങ്ങൾ അങ്ങനെ എപ്പോഴും പറയാറില്ല, പക്ഷെ ഇത് പറയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കും വന്നു, അതുകൊണ്ട് പറയുന്നതാണ്. ഇവരുടെ ഒരു അവസ്ഥയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും അഷ്കർ ഖാന്റെയും റാഫിത്താന്റെയും ഒക്കെ ഒരവസ്ഥ. അവര് തന്നെ പറയും, കാരണം ഞങ്ങൾക്കിത് കേട്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അവര് തന്നെ പറയട്ടെ നിങ്ങളോട് ഈ ഒരു അവസ്ഥ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അഷ്കറാണ്. ഞാൻ കാക്കനാട് ചിറ്റത്തിരയിൽ താമസിക്കുന്നു. പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ 2-3 വീഡിയോ ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കാക്കനാട് നടത്തി ഒരുപാട് പ്രശ്നത്തിലായി. ഒരുപാട് ബാങ്കിൽ കടബാധ്യതകളും പുറത്തും കുറച്ച് ലൈബിലിറ്റിയൊക്കെ വന്ന ആകെ വിഷമത്തിലാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബെഡ്ഷീറ്റിൻ്റെ. അപ്പോൾ ആ സംഭവം ഒന്ന് എല്ലാവരെ കൊണ്ടും ഒന്ന് വിജയിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അത് ഇവരെ തേടി ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തി. അതായത് അവര് എറണാകുളത്ത് നിന്ന് ഇവിടെ കണ്ണൂര് ഞങ്ങളെ കാണാൻ വേണ്ടി ഒന്ന് വിളിച്ചു പോലും ചോദിക്കാതെ ഇവര് വന്നേക്കാണ്. വന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ ഒഴിവാക്കാൻ പറ്റിയില്ല. ഒഴിവാക്കാൻ ആർക്കും കഴിയില്ല. ഇവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്, ഈ ഉമ്മ എന്താ ഒരു വിഷമം കണ്ടിട്ട് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റിയില്ല. ദയവേത് നിങ്ങൾ ഇതൊരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് കാണരുത്. ഇവരെ സഹായിക്കണം. കാരണം അത്രയും ഒരു അവസ്ഥയിൽ ഇവർ നിൽക്കുന്നത്. ഇവരൊരു സൂപ്പർ മാർക്കറ്റ് നടത്തിയിട്ട് അതിലൂടെ ഇവർ ഇന്നിപ്പോ എന്താ പറയണ്ടേ, കൊറോണയൊക്കെ ബാധിച്ച് അതൊരു കടത്തിലേക്ക് പോയി. അത് എന്താ പറയണ്ടേ, കടന്നു വെച്ചാൽ നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. പക്ഷെ ഇനിയിപ്പോ അവർക്കത് വേറെ പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല. ഇവർക്കൊരു 2.5 കോടി രൂപയോളം വില വരുന്ന ഒരു വീട്, അതായത് ഒരു 3 നിലകളിലുള്ള ഒരു വീട്, അതിപ്പോ അവര് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു മാസത്തില് 1 ലക്ഷം രൂപയോളം അതിന് വരുമാനമുണ്ട്. പക്ഷെ അത് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെ, വേറെ ആൾക്കാർ ലീസിന് കൊടുത്തിട്ടുള്ളത്. അതെ, ലീസിന് കൊടുത്തേക്കാണ്. ഇവർക്ക് അതിൽ നിന്ന് വരുമാനമൊന്നുമില്ല. കാരണം ഇവർക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നപ്പോ ഇവരത് ലീസിന് കൊടുത്തു. അപ്പൊ ഇവരെന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2.5 കോടി രൂപയുടെ വീട് ഇവരൊരു നമ്മളിപ്പോ എപ്പോഴും കാണുന്നില്ലേ, ഈ നറുക്കെടുപ്പിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് ഇവരുടെ കയ്യിൽ, എനിക്ക് കാണിക്കും. ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട്. ഈ ഒരു കോട്ടൺ ബെഡ്ഷീറ്റ് 1500 രൂപ. നിങ്ങൾ ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയാല് 1500 രൂപയാണ് ഈ ബെഡ്ഷീറ്റിന് വരുന്നത്. അതിലൊരു കൂപ്പൺ നിങ്ങൾക്ക് കിട്ടും. ആ കൂപ്പണിലൂടെ നറുക്കെടുത്തിട്ട് കിട്ടുന്നവർക്ക് ഇവരുടെ ആ വീട്, അതൊരുപാട് വിഷമത്തോടെയാണ് ഇവര് പറയുന്നത്. പക്ഷെ വേറെ വഴിയില്ല, കുഴപ്പമില്ല. അവർക്ക് വീട് പോയാലും കുഴപ്പമില്ല, അവരുടെ കടം തീർന്നു. അതെ. അപ്പോൾ ഈ 2.5 കോടി രൂപ വില വരുന്ന ആ വീട് നിങ്ങൾക്ക് ഇതിലൂടെ നറുക്കെടുക്കുന്ന ആൾക്ക് 1ാം സമ്മാനമായിട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലും ഇവരുടെ ജീവിതം, ഇവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അല്ലെ 3 മക്കൾ. അതെ, ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നത് ഒരു മോനാണ്. അവനെ വീഡിയോയിൽ കാണിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാ, ഈ ഒരു അവസ്ഥ വന്നുപോയി. മനുഷ്യന് കടങ്ങളൊക്കെ വന്നു പോയി കഴിയുമ്പോൾ നമുക്ക് പിടിച്ചേക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നിങ്ങൾ ഈ ഒരു 1500 രൂപ കൊടുത്തിട്ട് ഈ ഒരു കൂപ്പൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ, ഈ ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ ജീവിതം വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റും. ഭാഗ്യമുള്ളവർക്ക് ആ 2.5 കോടി രൂപ വില വരുന്ന വീട് 1ാം സമ്മാനമായിട്ട് കിട്ടും. പിന്നെ അതുകൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങളായിട്ട് 2ാം സമ്മാനം ബുള്ളറ്റ്, പിന്നെ അതുപോലെ തന്നെ ഫസൈനോ സ്കൂട്ടർ, പിന്നെ ഐഫോൺ, അങ്ങനെയുള്ള സമ്മാനങ്ങളും ഉണ്ട്. അപ്പൊ ഈ സമ്മാനങ്ങൾക്കൊക്കെ ഉപരി പുറമെ നമുക്ക് നല്ല മനസ്സുള്ളവർക്ക് ഒരിക്കലും ഇവരുടെ ആ ഒരു വിഷമം തള്ളാൻ വേണ്ടി പറ്റില്ല. ഉമ്മ എന്താ പറയാനുള്ളത്? നമുക്കിപ്പോ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിലെ പ്രശ്നമാണ്. ഒരു ചെറിയ ലോൺ എടുത്തിട്ടുണ്ടായി. അപ്പൊ അതിന്റെ ഡേറ്റ് ഈ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ നറുക്കെടുപ്പ് ഈ
ബാങ്കിന്റെ ഡേറ്റ് തന്നിരിക്കുകയാണ്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റ് തന്നെ വിറ്റിട്ട് വേണം ഇതിൽ നിന്ന് റിക്കവർ ആകണമെന്നുണ്ടെങ്കിൽ ഒരാളോടും 1500 രൂപ വെറുതെ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം കാണുന്ന ഓരോരുത്തരും ഇത് 1 2 നിങ്ങൾക്ക് കഴിയാവുന്നത് എടുത്തിട്ട് ഞങ്ങളുടെ റിക്കവർ ആക്കാൻ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സഹായിക്കണം കേട്ടോ. അവരെ അത്രയും ഒരു വിഷമിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞത്. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എല്ലാവരും നമ്മള് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇവര് കയറി വന്നത് കേട്ടാ. ഇതുപോലെ തന്നെ ഇത്ര നമ്മളോട് കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞപ്പോ നമുക്കും വീഡിയോ ചെയ്യൂല എന്ന് പറയാൻ വേണ്ടി നമുക്ക് മനസ്സ് വന്നില്ല. കാരണം നമ്മളെ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുമെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. അപ്പൊ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങള് അത് വെറുതെ ആയിട്ട് അവർക്ക് സത്യം പറഞ്ഞ ആരോടും അങ്ങനെ വെറുതെ വേണ്ട എന്നുള്ള ആ ഒരു അങ്ങനെയല്ല, ആ ഒരു വെറുതെ ആയിട്ട് വേണ്ട. നിങ്ങൾ ഈ ഒരു ബെഡ്ഷീറ്റ് 1500 കൊടുത്ത് വാങ്ങിയാൽ അതായിരിക്കും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരം. ഞങ്ങൾ എന്തായാലും ഒരു 2 ബെഡ്ഷീറ്റ് തീർച്ചയായിട്ടും വാങ്ങുന്നുണ്ട് ഇവരോട്. അത് ഇനിയിപ്പോ ആ നറുക്കെടുപ്പിലൂടെ ഞങ്ങൾക്ക് എങ്ങനെ ആ വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ആ വീട് ഇവർക്ക് തിരിച്ചു കൊടുക്കും. അത് ഉറപ്പ്. ഞങ്ങൾക്ക് എങ്ങാനും അബദ്ധവശാൽ ആ വീട് കിട്ടിപ്പോയാൽ ഞാൻ ആ വീട് ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അത് അതുപോലെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നല്ലാട്ടോ പറഞ്ഞത്. സമ്മാനം കിട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ആ സമ്മാനം എടുക്കുക. പക്ഷേങ്കിൽ ഇവരുടെ കട അതിലൂടെ വീട് കിട്ടും, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് ആണ്. ഞങ്ങളിത് ഇവരോടൊരു പൈസ വാങ്ങിയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നുമുള്ളൊരു വീഡിയോ അല്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ആ വീടൊക്കെ ഇവിടെ കൊടുത്തേക്കാട്ടാ. നല്ലൊരു വീടൊക്കെയാണ്. കിട്ടുന്നവർക്ക് എന്തായാലും അതിൽ നിന്ന് അവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം. ഇത് വരുന്നത് നമ്മുടെ കൊച്ചി എറണാകുളത്ത് ഇൻഫോ പാർക്കിന്റെ അടുത്താണ്. മെയിൻ സെന്റർ ആണ്. 3 നിലകളുള്ള ഒരു വീടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ താമസിക്കേണ്ടവർ താമസിക്കുക. അതല്ല നിങ്ങൾക്ക് വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മാസം 1 ലക്ഷം രൂപയോളം വരുമാനം കിട്ടുന്ന നല്ലൊരു വീടും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോ ഇങ്ങനെ നറുക്കിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നതിലൊക്കെ എനിക്കൊരു സങ്കടമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും ദയവ് ചെയ്തിട്ട് 1500 രൂപ, നമ്മൾ ഒരുപാട് പൈസ എങ്ങനെയൊക്കെയോ പോകുന്നില്ല, ഒരു 1500 രൂപ ഈ ബെഡ്ഷീറ്റ് കൊടുത്ത് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു കുടുംബമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമെന്ന് സഹായിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു. വേറെ അവർക്കൊരു വഴിയില്ല. ഞാൻ പറയാല, എല്ലാരും പറയുന്ന പോലെ നമ്മൾ പറയാറില്ല. ഞങ്ങളോട് പറഞ്ഞത് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കണമെന്നാണ്. പക്ഷെ അത്ര ഒരു അവസ്ഥയാണ് അവർക്ക്. കാരണം നമ്മൾ ഇവരെ സഹായിച്ചിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് കേട്ടാൽ നമുക്കത് ഒരിക്കലും താങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇവര് ഇതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ അടുത്തെല്ലാം പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അവരെ കൊണ്ട് ചെയ്യുന്ന പോലെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെന്തോ ഒരു എഗ്രിമെന്റ് അല്ലേ? എന്താണ് ഇതൊരു ഞങ്ങളുടെ ഷോപ്പ് ഞങ്ങൾ പലരും